ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ഓൺ അവർ ഹിമാലയൻ 450. അപ്പം നമ്മുടെ വണ്ടിയുടെ ടയർ മാറാറായിട്ടുണ്ട്. ബോത്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ടയേഴ്സ് ഇപ്പോൾ ഓൾമോസ്റ്റ് തീർന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമേ ബാക്കിലത്തെ ടയർ മാത്രം മാറാനാണ് ഇരുന്നത്. പക്ഷെ ഫ്രണ്ടില് ക്രൂയിസ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു വോബ്ലിംഗ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഹാൻഡിൽ ബാറിൽ. ഇപ്പൊ നോക്കിയാൽ കാണാം, കയറി ഇറങ്ങിയാണ് ഇപ്പോഴത്തെ ഒരു ഗ്രിപ്പ് ബാക്കിയുള്ളത്. അപ്പോൾ ഇത് ഈ ഒരു കണ്ടീഷനിൽ ഇത് ഓടിക്കുന്നത് സേഫ് അല്ല. ബാക്ക് ടയറിന്റെ അവസ്ഥ ഇതിലും ശോകമാണ്. അപ്പൊ എന്തായാലും ഈ ഒരു കണ്ടീഷനിൽ വെക്കുന്നില്ല, നമ്മൾ ഇന്ന് തന്നെ മാറാൻ പോവാണ്. ഇനി ഒരു ടയറിൽ എനിക്ക് കിട്ടിയൊരു ലൈഫ് എന്തോരാന്ന് വെച്ച് കഴിഞ്ഞാൽ 14,500 കിലോമീറ്റേഴ്സ് ആണ്. ഒരു ഹിമാലയൻ 50നെ സംബന്ധിച്ച് ഈ ഒരു ടയർ ലൈഫ് കുറച്ച് കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ഞാൻ ഇന്നലെ ഒരു ഗ്രൂപ്പ് റൈഡ് പോയിരുന്നു. അവർക്ക് 20,000 കിലോമീറ്റർ വരെ ടയർ ലൈഫ് കിട്ടിയവരുണ്ട്. ഹിമാലയൻ 450 സ്റ്റോക്ക് സിയറ്റിന്റെ ടയേഴ്സിൽ എനിവെയർ ബിറ്റ്വീൻ 15,000 ആൻഡ് 20,000 കിലോമീറ്റർ എന്തായാലും ലൈഫ് കിട്ടും. എന്റെ കേസിൽ ഞാൻ എന്റെ ഒരു വേണമെങ്കിൽ റഫ് യൂസും കൊണ്ടാണെന്നൊക്കെ പറയാം. അധികം ഓഫ് റോഡ് പോയിട്ടില്ലെങ്കിലും നാട്ടിലെ കുറച്ച് വഴിയൊക്കെ ഷോക്കായിട്ടുള്ളതുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ അതിൽ കൂടെ തന്നെയാണ് ഡെയിലി യൂസ് ചെയ്യുന്നതും. അതുകൊണ്ടൊക്കെ ആയിരിക്കണം എന്റെ ടയർ ലൈഫ് ഇത്രയും കുറവ് എനിക്ക് കിട്ടിയത്. ഹിമാലയൻ 450 നമുക്കിപ്പോ നിലവിൽ അഫോർഡബിൾ തൊട്ട് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ടയേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അഫോർഡബിൾ കാറ്റഗറിയിൽ വരുന്നത് 2 ടയേഴ്സ് ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോക്ക് ആയിട്ട് കിടക്കുന്ന സിയറ്റ് തന്നെ. ഇതിന് ഏകദേശം റേറ്റ് ഞാൻ അന്വേഷിച്ചപ്പോൾ 5,000 ആകുമെന്നാണ്. പിന്നെ ഫ്രണ്ട് ടയറിന്റെ കാര്യം റേറ്റ് ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഷോപ്പിൽ പോയിട്ട് നേരിട്ട് അന്വേഷിക്കുക, അവിടെ എങ്ങനെയാണ് റേറ്റ് പറയണേന്ന് നോക്കാം. ഈ ഒരു വണ്ടിയുടെ ഹിമാലയൻ 450യുടെ ടയർ സൈസ് വരുന്നത് വേറൊരു ബൈക്കിലും കൂടി ട്രയംഫിന്റെ സ്ക്രാംബ്ലർ 400Xലും സെയിം ടയർ തന്നെയാണ് വരുന്നത്. ആ ഒരു വണ്ടിയിൽ കമ്പനി സ്റ്റോക്ക് ആയിട്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ MRFന്റെ ടയേഴ്സ് ആണ്. മിനിമം ഒരു 12 ഡീലർമാരെങ്കിലും വിളിച്ചിട്ടുണ്ട്. ആരുടെയും കയ്യിൽ ഈ ഒരു ടയർ അവൈലബിൾ അല്ല, ഈ ഒരു ടയർ കിട്ടാനില്ല. വണ്ടി കോർണറിംഗിന്റെ സമയത്തൊക്കെ ഈ ടയർ അത്യാവശ്യം നല്ല കോൺഫിഡൻസ് തരുന്നുണ്ട്. ഡേ ടു ഡേ യൂസിലും ഈവൻ വെറ്റ് റോഡ് കണ്ടീഷനിലും നല്ല കോൺഫിഡൻസ് തരുന്ന ഒരു ടയറാണ്. സോ അതുകൊണ്ടാണ് ഇത് തന്നെ വീണ്ടും വണ്ടിയിൽ വെക്കാമെന്ന് തീരുമാനിച്ചത്. ഇനി ഇവിടുന്ന് പോകാൻ പോകുന്നത് അലൻ ടയേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിലേക്കാണ്. അത് തലയോലപ്പറമ്പിലാണ്. അവിടെ നിന്നാണ് ഞാൻ പൊതുവെ ടയർ മാറാറുള്ളതും. അവിടെയാണ് ഞാൻ ഈ ഒരു സിയറ്റിന്റെ ടയറിന്റെ കാര്യം എൻക്വയറി ചെയ്തിട്ടുള്ളത്. ഇനി അവിടെ ചെന്നിട്ട് പ്രൈസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് മാക്സിസ് അല്ലേ? ഇത് മാക്സിസ്, പിന്നെ MR 2,900. എന്നാ പിന്നെ അത് ഇട്ടോ, മാക്സിസ് ഇട്ടോ. ലൈഫ് ഉണ്ടോ മാക്സിസ്? അത്യാവശ്യം ലൈഫ് ഉണ്ടോ? കിടന്നോളും. അല്ല, എന്റെ ഫ്രണ്ടും ബാക്കും ഒരേപോലെ തീർന്നു. ഇത് MRFന്റെ അല്ലേ? MRFന്റെ ഇത് അപ്പോളോ സിയറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് MRFനാണോ? 3,620 MRFന്. ഓക്കെ, 3,020 രൂപ. ഓക്കെ. നമ്മുടെ വണ്ടിയിൽ നമ്മൾ ബാക്കിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് സിയറ്റിന്റെ ടയർ തന്നെയാണ്. സ്റ്റോക്ക് ആയിട്ട് വന്ന അതേ ടയർ തന്നെ. ഞാൻ ഈ കടയിൽ നിന്ന് ഈ ടയർ വാങ്ങിയത് 5,000 രൂപയ്ക്കാണെങ്കിലും ചില കടയിൽ ഇത് 3,200 രൂപയ്ക്ക് വരെ കിട്ടും. ഫ്രണ്ടിലുള്ള ടയറിന്റെ റേറ്റ് പല കടയിൽ അന്വേഷിച്ചപ്പോൾ ഏകദേശം ഈ കടയിലുള്ള റേറ്റ് തന്നെയാണ്. ഇൻസ്റ്റലേഷൻ ഒക്കെ വളരെ പെട്ടെന്നുള്ള ഒരു പ്രോസസ് ആയിരുന്നു. അവരുടെ വർക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ടയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നൈട്രജൻ ആണ് അടിച്ചത്. ഇതാണ് എന്റെ വണ്ടിയുടെ ടയർ മാറിയതിന്റെ ഇൻവോയ്സ്. ഇതിൽ നോക്കിയാൽ കാണാം, മാക്സിസിന്റെ 90-90-21 ടയറിന് ഇവിടെ റേറ്റ് വന്നിരിക്കുന്നത് 2,900 ആണ്. സിയറ്റിന്റെ ടയറിന് ഇവിടെ വന്നിരിക്കുന്നത് 4,750 റുപ്പീസ് ആണ്. ടോട്ടലിംഗ് 7,650. സീറ്റിന്റെ ടയർ നിങ്ങൾക്ക് ഇതിൽ ചീപ്പായിട്ട് കിട്ടും. 7,650 എന്നുള്ളത് ഏകദേശം ഒരു 6,200 റുപ്പീസിലൊക്കെ നമുക്ക് ഒതുക്കാൻ പറ്റുന്ന രീതിക്ക് കിട്ടും. സോ ടോട്ടൽ ഇതാണ് എനിക്ക് 2 ടയർ കൂടി മാറിയതിന് ഹിമാലയൻ 450 വന്ന ഒരു ബില്ല്. ഹായ് എവരിവൺ, നമ്മുടെ സിയറ്റിന്റെയും മാക്സിന്റെ ടയർ ഇപ്പൊ ഞാനൊരു 5,000 കിലോമീറ്റർ ആയിട്ട് യൂസ് ചെയ്യുകയാണ്. 2 ടയേഴ്സും അടിപൊളി ടയേഴ്സ് ആണ്. ഞാൻ ഇനി ഇത് രണ്ടിനെയും പറ്റി പറയാം. ഫസ്റ്റ് നമ്മുടെ മാക്സിസ്. ഇതാണ് നമ്മൾ പുതിയതായിട്ട് ഇട്ട ഒരു ടയർ. ഇനി മാക്സിനെ പറ്റി പറയുകയാണെങ്കിൽ കമ്പയർ ടു സ്റ്റോക്ക് ടയേഴ്സ്, അതായത് നമ്മുടെ സിയറ്റിന്റെ സ്റ്റോക്ക് ടയേഴ്സ് വെച്ച് നോക്കുമ്പോൾ നോർമൽ റോഡ്സിലുള്ള കോർണറിംഗിന്റെ സമയത്തും ഓവറോൾ ഗ്രിപ്പും വെറ്റ് കണ്ടീഷനിൽ കോർണറിംഗിന്റെ സമയത്തും എനിക്ക് ഹിമാലയൻ 450 മാക്സിസ് ആണ് ഒരു ബെറ്റർ ടയർ ആയിട്ട് തോന്നിയത്. ഈവൻ ബെറ്റർ ദാൻ ദി സ്റ്റോക്ക് ടയേഴ്സ്. അത് ഒരുപക്ഷെ ഒരു കാരണം കൊണ്ടാവാം. നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ടയേഴ്സ് എല്ലാം കമ്പയർ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മാക്സിന്റെ ടയറിന് കുറച്ചുകൂടെ വീതിയുണ്ട്. ഈ ഒരു വീതി ഉള്ളതുകൊണ്ടായിരിക്കാം നമുക്ക് ഈ ഒരു വണ്ടിയിൽ ഈ ടയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും ബെറ്റർ കോർണറിംഗ് കോൺഫിഡൻസും ബെറ്റർ കോർണറിംഗ് കേപ്പബിലിറ്റിയും കാണാൻ പറ്റുന്നു. ആൻഡ് എനിക്കൊരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു, അതായത് ഈ ഒരു മാക്സിസ് നമ്മൾ ഈ സിയറ്റിന്റെ കൂടെ ഇടുമ്പോഴത്തേക്കും അങ്ങോട്ട് വർക്ക് ആവുമല്ലോ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ ടയർ മാറി ഇടുമ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഏകദേശം ഒരേപോലെ ഗ്രിപ്പുള്ള അല്ലെങ്കിൽ ഒരേ ഗ്രിപ്പ് പാറ്റേൺ ഉള്ള ടയറുകൾ ഇടാൻ നോക്കുകയാണ് എപ്പോഴും നല്ലത്. അപ്പൊ മാക്സിസിന്റെ ഗ്രിപ്പ് പാറ്റേൺ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ ഒരു ടയറിൽ നിന്ന് സിയറ്റിന്റെ കൂടെ ഉള്ള ഒരു പെർഫോമൻസ് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ വളരെ അടിപൊളിയാണ്. സിയറ്റിന് കോർണറിംഗ് എന്തോ ഒരു പറ്റുമോ അതിന്റെ അത്രയും അല്ലെങ്കിൽ അതിനപ്പുറമോ ഈ ഒരു മാക്സിനെ കൊണ്ട് പറ്റുന്നുണ്ട്.
5000 കിലോമീറ്റർക്ക് മേലെ ഞാൻ ഒരു ടയർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ വരെ എനിക്ക് ടയർ ലൈഫ് നല്ലവണ്ണം ഉണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. ഇനി നമുക്ക് സിയറ്റിന്റെ കാര്യം പറയാം. സിയറ്റും മാക്സിസ് പോലെ തന്നെ കോർണറിംഗിന് നല്ല ടയറാണ്. വണ്ടിയിൽ സ്റ്റോക്ക് ആയിട്ട് വരുന്ന ഒരു ടയർ ഇതാണ്. സിയറ്റിന്റെ ഗ്രിപ്പ് റാറ്റ് സ്റ്റീൽ RE എന്ന് പറഞ്ഞൊരു മോഡലാണ് നമുക്ക് സ്റ്റോക്ക് ആയിട്ട് വരുന്നത്. ഞാനൊരു 20,000 കിലോമീറ്റർ റേഞ്ച് പ്രതീക്ഷിക്കുന്നുണ്ട്. മാക്സിസും സിയറ്റും ഒക്കെ ഡ്യുവൽ പർപ്പസ് ടയറാണ്. ചെറിയ ഓഫ് റോഡിങ്ങിന്റെ സമയത്ത് ഇത് വലിയ കുഴപ്പമില്ലാണ്ട് പെർഫോം ചെയ്യും. ഞാൻ നോർമൽ യൂസ് ആണ് വണ്ടിയിൽ കൂടുതൽ ചെയ്യുന്നതെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ ടൂറിങ്ങിന് വണ്ടി യൂസ് ആക്കാറുണ്ട്. സോ ആ ഒരു ടൈമിലും ഈ ഒരു സിയറ്റ് നല്ല പെർഫോമൻസ് തന്നെയാണ് തരുന്നത്. സോ ഇറ്റ് ഈസ് ഗുഡ് ഫോർ ടൂറിംഗ് ആൻഡ് ആസ് വെൽ ആസ് കമ്മ്യൂട്ടർ യൂസ്. ഇതുവരെ വീഡിയോ കണ്ടവർക്ക് ഒരു ബോണസ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ ഞാൻ എന്റെ വണ്ടിയിൽ ഉപയോഗിക്കുന്നത് റീസിന്റെ ടയറാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇടയ്ക്ക് ഒരു ആക്സിഡന്റ് കാരണം എനിക്ക് എന്റെ മാക്സിസിന്റെ ടയർ മാറേണ്ടി വന്നു. ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന റീസിന്റെ ടയറിന്റെ റിവ്യൂ കൂടിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. നേരത്തെ മാക്സിസ് ഞാൻ ഒരു 7000 കിലോമീറ്റർക്ക് മേലെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ റീസും അതുപോലെ തന്നെ ഞാൻ 7000 കിലോമീറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ വണ്ടിയുടെ ടയർ മാറാൻ ഇരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഫ്രണ്ടില് ഗോ വിത്ത് മാക്സിസ്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള ഗ്രിപ്പും അതേപോലെ തന്നെ കോർണറിംഗ് ഞാൻ എടുത്തെടുത്ത് പറയാണ്. കോർണറിംഗിന്റെ സമയത്ത് എനിക്ക് മാക്സിസ് തന്നെയാണ് നല്ലൊരു ടയർ ആയിട്ട് തോന്നിയത്, ബെറ്റർ ദാൻ റീസ്. അതിപ്പോ വെറ്റ് കണ്ടീഷൻ കോർണറിംഗിന്റെ സമയത്തായാലും നോർമൽ കോർണറിംഗിന്റെ സമയത്തായാലും റീസ് ഇട്ടേ പിന്നെ എനിക്ക് ഫ്രണ്ടിൽ ഒരു ചെറിയൊരു ബംപിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടിയിൽ. അത് ചിലപ്പോൾ എന്റെ വണ്ടിയുടെ ഷോക്ക് അബ്സോർബേഴ്സിന്റെ ആവാം. അതുകൊണ്ട് ഞാൻ അതൊരു കാരണമായിട്ട് എടുത്തു പറയുന്നില്ല. എനിക്ക് മൊത്തത്തിൽ പഴയ ടയറും ഈ ഒരു ടയറും കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും സിയറ്റിനെ കാണും റീസിനെ കാണും ഇഷ്ടപ്പെട്ടതും ഞാൻ ഓൾവേസ് സജസ്റ്റ് ചെയ്യാൻ പോകുന്നതും മാക്സിസ് തന്നെയായിരിക്കും. നിങ്ങൾ ഹിമാലയൻ 450യുടെ ടയർ മാറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഗോ വിത്ത് ദ മാക്സിസ്. 90, 21 എന്ന ടയർ സൈസിലുള്ള മാക്സിസിന്റെ ഒരു ടയർ എടുക്കാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. അത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെ ഇംപ്രൂവ് ചെയ്യാം, എന്തൊക്കെ ആഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും നിങ്ങളുടെ സജഷൻസും ടിപ്സും ഒക്കെ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ റൈഡ് സേഫ്, റൈഡ് റെസ്പോൺസിബിളി. ബൈ ഫ്രം മജസ്റ്റിക്സ്.